വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. ABC-യിൽ ഇന്ന് നമ്മോടൊപ്പം മഞ്ജു പിള്ള. ചേച്ചി വെൽക്കം. നമസ്കാരം. നമസ്കാരം. മഞ്ജു ചേച്ചി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമ നിത്യഹരിതനായകൻ ആയിരുന്നു. ധർമ്മജനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതെ അതെ. എന്താണ് ആ സിനിമയുടെ വിശേഷങ്ങൾ? ധർമ്മജൻ, ഞാൻ ശരിക്കും പറഞ്ഞ ഈ സിനിമ ഉണ്ടല്ലോ കുറേ വേണ്ടെന്ന് വെച്ച സിനിമയാണ്. ഞാനൊരു 7-8 പ്രാവശ്യം തട്ടിക്കളഞ്ഞ സിനിമയത്. കാരണം അന്നൊക്കെ ഈ സിനിമകൾ എന്താണ് ക്യാരക്ടർ, അമ്മ വേഷം, വിഷ്ണുവിൻ്റെ അമ്മ വേഷം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ അമ്മ വേഷം ചെയ്യണം, എനിക്ക് കുഴപ്പമില്ല. ഈ അമ്മ വേഷത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണം. ചുമ്മാ മോനെ നീ കാപ്പ് കുടിച്ചോന്ന് ചോദിക്കുന്ന ഒരു അമ്മ എനിക്ക് താല്പര്യമില്ല. പിന്നാജും ധർമ്മജനും ഒരുപാട് മാറി മാറി വിളിച്ചു, നിങ്ങളൊന്ന് കേട്ട് നോക്ക്, നിങ്ങൾ കേട്ട് നോക്കുക. അങ്ങനെ അവസാനം ഒരു ദിവസം വന്ന് കഥ പറയുന്നു. കഥ കേട്ടപ്പോൾ എനിക്ക് അതൊരു ഒന്നൊന്നര അമ്മയാണെന്ന് മനസ്സിലായി. അതും ഈ കുറച്ച് ഹ്യൂമർ എന്ന് പറയാൻ പറ്റും, കോമഡി അമ്മയല്ല, അതിനകത്തൊരു ഹ്യൂമർ പശ്ചാത്തലത്തിൽ സെന്റിമെന്റ്സ് ഉള്ള ഒരു അമ്മയാണ്. അതൊരു നല്ല അമ്മയായിരുന്നു. ഇടയ്ക്ക് ചെയ്യുമ്പോൾ തൃപ്തിയുള്ള ഒന്നാണ് ഞാൻ ചെയ്തത്. മലയാളം ഇൻഡസ്ട്രിയിൽ കുറേ നാളിന് ശേഷം എനിക്ക് കിട്ടിയൊരു നല്ല ക്യാരക്ടറായിരുന്നു. ഇപ്പം നിത്യഹരിതനായകൻ, നിത്യഹരിതം എന്ന് പറഞ്ഞാൽ തന്നെ എവർഗ്രീൻ എന്നാണ്, എല്ലാ കാലത്തും വാടാതെ നിലനിൽക്കുന്നത് എന്നാണ്. മഞ്ജു പിള്ളയുടെ ഒരു അഭിനയ ജീവിതം നോക്കിയാൽ കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ടെന്ന് തന്നെ പറയാം മലയാള സിനിമയിൽ സീരിയൽ രംഗത്ത് നിത്യഹരിതമായി എവർഗ്രീനായിട്ട് തുടരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം ചേച്ചിയുടെ ഒരു? അല്ല, ഇതിൽ ശരിക്കും ദൈവാനുഗ്രഹം അത് തന്നെയാണ്. ഫസ്റ്റ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ഇത് മൂന്നുമാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വരുന്നുള്ളൂ എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു അതിലുള്ള ഇൻപുട്ടും അവർ എന്താ ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് ഞാൻ ഹോംവർക്കുകൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യും. പക്ഷേ ചിലത് ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇതേ ആയിരിക്കത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതേ ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഹോംവർക്കുകൾ ഒന്നും ചെയ്യാതെ പോയിട്ട് ലൈഫ് അതിന് കൊടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ മാറി. ഒന്നും പഠിക്കാതെ പോവുക, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതങ്ങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ലൈഫിലേക്ക് പോവുക എന്നുള്ളത്. ഞാൻ മാക്സിമം അഭിനയിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ അഭിനയിച്ചാൽ പാളിപ്പോവും, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പാളിയിട്ടത് കുളമായി പോവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് ഒരു മലയാള സിനിമയുടെ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ ഹ്യൂമർ അവതരിപ്പിക്കുന്നതിൽ കൂടുതൽ നടന്മാരാണ്. നമ്മുടെ നായികമാരോ നടിമാരോ ചിലരൊക്കെ ഉണ്ടെങ്കിലും താരതമ്യേന കുറവാണ്. പക്ഷെ അവർക്കിടയിൽ ഏറ്റവും നന്നായിട്ട് നർമ്മം അവതരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ മഞ്ജു ചേച്ചിയുണ്ട്. എങ്ങനെയാണ് മഞ്ജു പിള്ളയുടെ ഒരു ഹ്യൂമർ സെൻസ് മൗൾഡ് ചെയ്യപ്പെട്ടത്? എൻ്റെ ഗ്രാൻഡ് ഫാദർ SP പിള്ളയാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു പേര് SP പിള്ള ദ ലെജൻഡ്, ഒരു എന്താ പറയുക കോമഡി ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അപ്പൂപ്പൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ആദ്യത്തെ 500 സിനിമകൾ പൂർത്തിയാക്കിയതിൻ്റെ അവാർഡ് കിട്ടിയ 2 പേര്, ഒന്ന് പ്രേം നസീർ സാറും ഒന്ന് SP പിള്ളയായിരുന്നു. ഇവർക്ക് തമിഴ്നാട് ഗവൺമെൻറ് ആദരിച്ചിരുന്നു അന്നൊരു വെള്ളി രഥമാണ് അന്ന് അവർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൊരു വെള്ളി രഥം, അതിനകത്ത് ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് എൻ്റെ അമ്മ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരും പ്രതീക്ഷിച്ചില്ല, കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല ഈ ഫീൽഡിൽ. എൻ്റെ അമ്മാവൻ മാത്രമാണ് കുറച്ച് ക്യാമറ പഠിച്ചിട്ടുള്ളത്, അല്ലാതെ ഈ ഫീൽഡിൽ ആരുമില്ല. അപ്പോൾ ആർക്കും ഞാൻ പ്രത്യേകിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഞാൻ വേറൊരു ലെവലിൽ വന്നിരുന്ന ഒരാളായിരുന്നു. അതായത് കുറച്ച് ചട്ടമ്പിത്തരമുള്ളൊരു ഇതും. ഇപ്പോൾ എനിക്ക് ഒന്നുകിൽ ലോ അക്കാഡമി ചേരണം, അല്ലെങ്കിൽ എനിക്ക് ജേർണലിസം എടുക്കണം എന്നൊക്കെ വരുന്ന ഒരു ഭയങ്കര നാക്കായിരുന്നു എനിക്ക്. ഇപ്പോഴും കുറവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആരും പ്രതീക്ഷിച്ചില്ല. ഞാൻ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ട് ഇതിൽ വന്നപ്പോൾ എൻ്റെ അമ്മ തൊഴുതുകൊണ്ട് പറഞ്ഞൊരു കാര്യം, എൻ്റെ അച്ഛൻ്റെ പേര് കളയരുത് എന്നാണ് ആദ്യം പറഞ്ഞത്. ഞാനത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ഒരു കരിയോഗ്രാഫ് ഉയരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഞാൻ തിരിച്ചു പോകും, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു, എൻ്റെ ഫസ്റ്റ് സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യണം, അതുപോലെ ബോറായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ വണ്ണം പോലും ഞാൻ കുറച്ചിട്ടില്ല.
എനിക്ക് തോന്നി കുറച്ചത് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വണ്ണം പോലും കുറച്ച് നന്നായിട്ട് വണ്ണം വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയിട്ട് വണ്ണത്തെ കുറിച്ച് പറയുമ്പോഴേ ഓർമ്മ വരുന്നൊരു കാര്യം, രാവണപ്രഭു എന്ന സിനിമയില് ലാലേട്ടൻ വസുന്ധരാദാസോടുള്ള സീനിൽ പറയുന്ന ഒരു ഡയലോഗ്, പേരറിയാത്ത ദേവി ആ വിവാഹം ഒന്ന് നടത്തിക്കൊടുക്ക്, പാവം ആ ഗൗണ്ടറുടെ ഒരേ ഒരു ആഗ്രഹമാണ് ആ പെങ്ങളുടെ നീണ്ടു പോകുന്ന വിവാഹം, പ്രായം കൂടുന്നു തടി കൂടുന്നു. അത് 2001 പറയുന്നത്. 18 വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോ അന്നത്തേക്കാൾ പ്രായവും കുറവ് തോന്നുന്നു, തടിയും കുറവ് തോന്നുന്നു. രഞ്ജിത് സാറും കേൾക്കണം. എന്താണ് എങ്ങനെയാണ് അത് സംഭവിച്ചത്? അല്ലല്ല, ഞാൻ ഒരു ഇതുവരെ ക്യാരക്ടറിന് വേണ്ടി വണ്ണം കുറച്ചിട്ടുണ്ട്. പക്ഷെ അന്നും എൻ്റെ അടൂർ സാറിന്റെ പടത്തിന് വേണ്ടിയായിരുന്നു. അപ്പൊ അന്നും അടൂർ സാറ് പറഞ്ഞത് എനിക്ക് അധികം വണ്ണം കുറയ്ക്കണ്ട, എനിക്ക് വണ്ണമുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് ഒരുപാട് പ്രസവിക്കുന്ന സ്ത്രീ, കുട്ടികളൊക്കെ മരിച്ചു പോകുന്ന സ്ത്രീ, കുട്ടികളില്ലാത്ത സ്ത്രീ, ഇതാണ് ആ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ല, മറ്റൊരു ദുഃഖം ഇതുണ്ട്. അപ്പോൾ ഒരുപാട് പ്രസവിച്ച് മരിച്ചു പോകുന്നു കുട്ടികൾ. അപ്പോൾ ആ സ്ത്രീക്കൊരു ചെറിയൊരു ഇത് വേണം. അതുകൊണ്ട് അപ്പം അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കുറച്ച് തടി ഉണ്ടായിരുന്നു, നല്ല തടി ഉണ്ടായിരുന്നു. ഒരു 4-5 കിലോ എന്നെ കൊണ്ട് അത്രേ പറ്റിയിരുന്നുള്ളൂ, എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂംസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ മോളാണെങ്കിലും പറഞ്ഞു, എൻ്റെ മോളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞത്, അമ്മ ഇങ്ങനെ പോയി ശരിയാവത്തില്ല, അമ്മ കുറച്ച് ഇതാണ്. അപ്പം എൻ്റെ ഭർത്താവ് നിന്നെ ഡൈവേഴ്സ് ചെയ്യുന്നു പറഞ്ഞിട്ട് വരും ഞാൻ വണ്ണം കുറച്ചില്ല, അങ്ങനെയാണ്, നിന്നെ പുറത്ത് കൊണ്ടുപോകില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം പെട്ടെന്നൊരു ദിവസം തോന്നി എനിക്ക് വണ്ണം കുറച്ച് കളയാം എന്ന് തോന്നിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ ഫ്രണ്ടുണ്ട് ലക്ഷ്മി മനീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറ്റീഷ്യനാണ്. അവളുടെ കീഴിൽ ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഡയറ്റിംഗ് ചെയ്യുന്നു. തടി കുറച്ച് കാണുന്ന പലരിലും ചിലർ ലക്ഷ്മിയുടെയാണ്, ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷെ അവരാരും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ജോൾസിനെ വിട്ടിരുന്നു. അപ്പൊ ജോൾസിനേക്ക് ഒരു കുഴപ്പമില്ല, അവൾ എല്ലായിടത്തും പറയുന്നു. ജോൾസിനെ ഇപ്പൊ ഞാൻ വിട്ടിരുന്നു. പിന്നെ എന്റെ തട്ടിമുട്ടിയിൽ എന്റെ മോനാട്ടം അഭിനയിക്കുന്ന കണ്ണൻ, അവൻ ചെയ്തിരുന്നു. അവരെയൊക്കെ ഞാൻ വിട്ടിരുന്നു. അവരെല്ലാം എന്റെ ഇത് കണ്ടിട്ട് ചേച്ചി എങ്ങനെയാന്ന് ചോദിച്ചിട്ട് പോയി. ഒരുപാട് ആൾക്കാർ, സ്നേഹയൊക്കെ അറിയില്ലേ, സ്നേഹയൊക്കെ തലയിൽ കുത്തി നിന്നിട്ട് പറ്റുന്നില്ല, വീണ നായർ, ഇവരൊക്കെ പോയിട്ട് പറ്റുന്നില്ല. അവർ കാരണം ഇതിന് കുറച്ച് നമുക്ക് തോന്നണം, നമുക്ക് സ്വയം തോന്നിയാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ എന്താണെങ്കിലും അതൊരു എത്ര കാലയളവിനുള്ളിൽ ഉണ്ടാകുന്നതാണ് ഈ വ്യത്യാസം? എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാർബോ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് എനിക്ക് തന്നത്. പലർക്കും പല ഡയറ്റാണ് തരുന്നത്. അതിൽ എനിക്കൊരു 2 വീക്സിൽ എനിക്ക് ഏകദേശം ഒരു 4 തൊട്ട് 5 കിലോ വരെ കുറഞ്ഞു. നല്ല വ്യത്യാസം, 4 to 5 കുറഞ്ഞു. ഞാനൊരു 2-3 മാസം കൊണ്ട് നന്നായിട്ട് മെലിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഇനി കുറയ്ക്കണ്ട. മെലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഹങ്കാരം വരും, പിന്നെ കുറയ്ക്കണം എന്നുള്ളൊരു അഹങ്കാരം വരും. ഞാൻ ഒന്നും കഴിക്കാതായി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി തന്നെ പറഞ്ഞു, അതുപോലെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി തന്നെ പറഞ്ഞു ഇനി കുറയ്ക്കണ്ട, വൃത്തികേടായിരിക്കും, നിനക്കിത് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, നീ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഇത് ഓക്കെയാണ്, ഇനി കുറയ്ക്കേ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയല്ല, സത്യത്തിൽ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വണ്ണം കുറച്ചിട്ടേ ഇല്ല. ഈ നമ്മുടെ സന്തോഷങ്ങളിൽ ചിലതാണല്ലോ ഈ പറഞ്ഞതൊക്കെ. കൂട്ടത്തിൽ നമ്മുടെ സന്തോഷം സ്വന്തം സന്തോഷം മാത്രമല്ല, കൂടെയുള്ളവരുടെ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നമ്മുടെ സന്തോഷത്തെ കൂട്ടുന്ന. അങ്ങനെ നോക്കിയാൽ സുജിത് വാസുദേവ് ഹസ്ബൻഡ് ഏറ്റവും പുതിയ വിശേഷം ലൂസിഫർ എന്ന വലിയ ഹിറ്റ് സിനിമ അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയിൽ ഉണ്ടായതാണ്. എന്താണ് ലൂസിഫറിൻ്റെ വിജയം നൽകുന്ന ആ ഒരു സന്തോഷം? ലൂസിഫറിൻ്റെ വിജയം എന്നെ സംബന്ധിച്ച് സുജിത്തിൻ്റെ ഓരോ വിജയങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ വിജയമാണ്. എൻ്റെ പേഴ്സണലി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെയും മകളുടെയും സുജിത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ ഒരു വിജയമാണ്. പിന്നെ സുജിത്തിന് ഈ പറഞ്ഞ പോലെയാണ് ഏറ്റവും നല്ലൊരു പഠിത്തക്കാരൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കലാകാരൻ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന എന്ത് അവർക്ക് എത്ര ചെയ്താലും മതിയാവില്ല, ഇനിയും നന്നാക്കണം എന്നുള്ളൊരു. അപ്പം പുള്ളി പറഞ്ഞു അല്ല എനിക്കത് ചിലതൊന്നും ഇഷ്ടമായിട്ടില്ല, നന്നാക്കണം, ഇനി നന്നാക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ഷോ കണ്ടു, 7 മണിക്കുള്ള ഫാൻ ഷോ കണ്ടിട്ടും വിളിച്ചിട്ട് പറഞ്ഞത് ഓ നീ തോന്നുന്നില്ലടി എന്നൊക്കെ പറഞ്ഞു. ഒരു 10 മണിയുടെ ഷോ കഴിഞ്ഞ് ഉച്ചയായപ്പോ തൊട്ട് സുജിത്തിന് ഈ നിമിഷം വരെ സുജിത്ത് ഫോൺ താഴെ വെച്ചിട്ടില്ല.
അത്രയ്ക്ക് അപ്രിസിയേഷനും പല ദിക്കിന്നും അമേരിക്കയിൽ നിന്നും ദുബായിൽ നിന്നും എന്ന് വേണ്ട പല ദിക്കിൽ നിന്നും ഫോൺ വന്നു, ഒരുപാട് ഓഫേഴ്സ് വന്നു. മാത്രമല്ല പണ്ട് കാലത്തൊക്കെ താരങ്ങളെ മാത്രമേ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് ഇന്ന ക്യാമറാമാന്റെ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സുജിത് വാസുദേവിന്റേതായിട്ടുള്ളൊരു ആരാധകരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വലിയ അളവിൽ. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും എൻ്റെ സുജിത്തിന്റെ ഇത്രയും ഉയർച്ചയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താ അറിയോ, പണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് സുജിത്ത് ഒന്നും ആയിരുന്നില്ല. ആ സമയത്ത് ഞാനും സുജിത്തും കൂടെ പോകുമ്പോൾ സുജിത്തിന്റെ ക്യാമറ കൊടുത്തിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു ആരാധകരുടെ. പക്ഷെ ഇന്ന് നേരെ തിരിച്ച. ഇന്ന് എനിക്ക് പറയുമ്പോൾ കണ്ണു നിറയും, കാരണം എനിക്ക് അത്ര സന്തോഷമാണ്. ഇന്ന് പോകുമ്പം ഞാനും സുഹൃത്തും കൂടെ പോവുകയാണെങ്കിൽ തന്നെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ മാറ്റി നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ അത് എനിക്കൊരു ഇൻസൾട്ടായിട്ട് തോന്നിയിട്ടേയില്ല. പലർക്കും അങ്ങനെ വരാന്നല്ലേ, അങ്ങനെ വരാവുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനമാണ്, സന്തോഷമാണ്. ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചിലവരൊക്കെ പിന്നെ എനിക്കൊരു ഔദാര്യം പോലെയൊക്കെ ചേച്ചി കൂടെ നിന്നോ എന്നൊക്കെ പറഞ്ഞൊരു ഔദാര്യം പോലെയൊക്കെ തരും. പക്ഷെ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു കാര്യം. അത് നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇനി അടുത്തത് എന്താണ് ചെയ്യുക എന്നുള്ളതിൽ മാത്രമായിരിക്കും പുള്ളിയുടെ തോട്ട് പ്രോസസ്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു വലിയ വിജയാഹ്ലാദത്തിൽ മുഴുകിയിരിക്കുന്ന ആളല്ല. പുള്ളി നെക്സ്റ്റ് ആണ്. പുള്ളി ഒന്ന് കഴിഞ്ഞ അടുത്ത നെക്സ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിലപ്പോൾ മറ്റു ലാംഗ്വേജസ് ഒക്കെ പ്ലാൻ ഉണ്ടാവും അല്ലേ. ഒരു ഹിന്ദി പ്രോജക്റ്റിന്റെ ഒരു സംഭവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഉടനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സുജിത്തേട്ടൻ കഴിഞ്ഞ ഒരു 9-10 വർഷമായിട്ട് സിനിമയിൽ തുടർച്ചയായിട്ട് ഹിറ്റുകൾ ഒരുക്കുന്നതിൽ തിരക്കിലായപ്പോൾ മഞ്ജു ചേച്ചി വളരെ തുടർച്ചയായിട്ട് സിനിമകളിൽ അഭിനയിച്ച് കാണുന്നില്ല. അതിപ്പോൾ കുറച്ചുകൂടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ചേച്ചി ഏറ്റെടുക്കുന്നുണ്ടാണോ മകളുടെ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഞാൻ അത് പറയാൻ വരികയായിരുന്നു. സുഹൃത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ സുഹൃത്തിന് സിനിമ മാത്രമേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കുടുംബത്തിന്റെ പല കാര്യങ്ങളും, ഈവൻ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് തീർന്നാൽ ലൈറ്റ് പോയാൽ കറണ്ട് ബില്ല് ഉൾപ്പെടെ എല്ലാം, ഒരു ബൾബ് മാറ്റിയിട്ടെങ്കിൽ എല്ലാം അത് ശരിക്കും ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന മൂവി പുള്ളി ഡയറക്ട് ചെയ്തത് തന്നെ പുള്ളിയുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് എടുത്തതാണ്. അതിൽ പല ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളതാണ്, എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളതാണ്. പണ്ടും അതെ, സിനിമ ഒരു പുള്ളിക്ക് ക്രേസാണ്, ഭ്രാന്താണ്. പുള്ളിക്ക് സിനിമയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറെന്നൊക്കെ പറഞ്ഞു, ഒരു പെണ്ണിന് വേണ്ടി മരിക്കാൻ തയ്യാറെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ജെയിംസ് ആൻഡ് ആലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ സിനിമ ഒരു പക്ഷേ ടോട്ടൽ സിനിമകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയണം. കാരണം സംവിധാനം എന്ന അല്ലേ അദ്ദേഹത്തിൻ്റെ, പുള്ളി ആ സിനിമ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും പുള്ളിയുടെ, പുള്ളി 5-6 വർഷം മനസ്സിൽ കൊണ്ട് നടന്നൊരു സബ്ജക്റ്റ്. അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഈ സിനിമ ചെയ്യും. കുറച്ചുകൂടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. ചേച്ചി നേരത്തെ ലോ പഠിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ആ സിനിമയിലെ ഒരു അഡ്വക്കേറ്റ് ക്യാരക്ടർ എന്നാണ്. എന്താണ് ആ സിനിമയുടെ ഓർമ്മകൾ? സിനിമയുടെ ഓർമ്മകൾ ആക്ച്വലി ഇത് ആദ്യം ഈ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്താണ് ചോദിച്ചത്, എന്നിൽ നിനക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ളത് പറയുന്നതായിരിക്കും എളുപ്പം, മുഴുവൻ ഇഷ്ടമില്ലാത്തതായിരിക്കും. പല ഭാര്യ ഭർത്താക്കന്മാർ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേട്ടൻ എൻ്റെ മോളു വെറുതെ പറയുന്നതാണ്. ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് 99% ഫാമിലി എന്ന് പറയുന്നത്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ആ ലൈഫിനെ വിജയിപ്പിക്കുന്നത്. അത് ഞാൻ എവിടെയും പറഞ്ഞുതരാം. ഞാനും സുഹൃത്തും തമ്മിൽ നന്നായിട്ട് വഴക്കുണ്ടാക്കുന്ന 2 ഭാര്യ ഭർത്താക്കന്മാരാണ്. നന്നായിട്ട് വഴക്കുണ്ടാക്കും, അതുപോലെ തന്നെ സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജെയിംസ് ആൻഡ് ആലീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് വന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ സംഭവങ്ങൾ പുള്ളിയുടെ ലൈഫിലുണ്ടായി. കുട്ടിയെ വിളിക്കാൻ മറന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, മറന്നു പോകുന്നതല്ല, പുള്ളിക്ക് സമയമില്ല എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ്. മോളെ കരാട്ടെ ക്ലാസ്സിന് വിടുമായിരുന്നു. അവിടുന്ന് പിക്ക് ചെയ്യാൻ പുള്ളി കൊണ്ടുവരും എന്നുള്ളൊരു ധാരണയിൽ രാവിലെ ഇരിക്കുമ്പോൾ പുള്ളി ആ വഴി വേറെ എങ്ങോട്ടോ പോയി, വർക്കുമായിട്ട് സംബന്ധിച്ച് എങ്ങോട്ടോ പോയി. ഒരുപാട് കഥകൾ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്കും ഒരുമിച്ച് പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അതിനകത്ത് പറയുന്നത് ജെയിംസ് ആൻഡ് ആലീസിൻ്റെ. ഈ ഫാമിലിയുടെ ഉത്തരവാദിത്തം ചേച്ചി ഏറ്റെടുക്കുന്നു. ആ തിരക്കിൽ കരിയറിൽ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോഴും അതിന് മുന്നോട്ടുള്ളൊരു സമയം ശ്രദ്ധിച്ചാൽ മലയാള സീരിയൽ രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചിട്ടുള്ളൊരു നടിയാണ് മഞ്ജു പിള്ള. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് 2 തവണ അല്ലേ? ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് എനിക്ക് 2002 ആ 2 വർഷങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്ന് ദേവരഞ്ജിനി,
സേതുവിന്റെ കഥകൾ, പിന്നെ അലി അക്ബറിന്റെ സുന്ദരികളും സുന്ദരന്മാരും. അത് തന്നെ. അപ്പോൾ ആ ഒരു പുരസ്കാര ലബ്ധിയൊക്കെ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാവുന്നതാണ്. അതിലെ അഭിനയ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അതിൽ ഓർത്തു വെക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്താ പങ്കുവെക്കുന്നത്? ഒരുപാടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ആ കിട്ടിയ 2 സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് ആയിരുന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള. ഇപ്പം ഞാൻ ഹ്യൂമർ കളിച്ച് കോമഡി കാണിച്ച് നടക്കുന്നുണ്ടെങ്കിലും അന്ന് ചെയ്തത് ഒന്ന് അശോകേട്ടനായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത സുന്ദരന്മാരെ സുന്ദരികളിലും. അതിനകത്ത് ഞാൻ അഭിനയിക്കുമ്പോൾ ഞാനതിൽ 4 മാസം പ്രഗ്നൻ്റ് ആണ് അതിൽ അഭിനയിക്കുമ്പോൾ. അതിനകത്ത് ഇപ്പോഴും അത് ഞാൻ പറയുമ്പോൾ എനിക്ക് കണ്ണറിയും. അതിനകത്ത് പട്ടിണിയാണ്. ഈ മാഷ് എന്ന് പറഞ്ഞാൽ നല്ല മാഷിന് കാശൊന്നും കിട്ടുന്നില്ല, ദാരിദ്ര്യമാണ്. ഞാൻ അപ്പുറത്തെ വീടുകളിൽ പോയിട്ട് അരി കടം വാങ്ങിച്ച് ഉണ്ടാക്കി അങ്ങനെ ഇതാണ് ഞാൻ ചീത്ത പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ മകള് മൂത്ത കുട്ടി പട്ടിണി കിടന്നിട്ട് വയറിന് അസുഖം വരും, ഒരു മേ ബി അൾസർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അങ്ങനെ ഒരു അസുഖം വന്നിട്ട് ഈ കുട്ടി മരിച്ചു പോകുന്നതായിട്ടാണ്. ഇത് ഞാൻ മരിച്ചു പോകുന്ന അറിയാതെ അപ്പുറത്ത് പോയി തെണ്ടി ഭർത്താവിനെ ചീത്തയും വിളിച്ചിട്ട് ഓരോ പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ പറയും കഷായം കൊണ്ടുവന്നിട്ടുണ്ട് മക്കളെ എന്നും പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് വയ്യ തളർന്ന് കിടപ്പം, അവളെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ എടുത്ത് കിടത്തിയിട്ട് ഈ കുട്ടിക്ക് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഇങ്ങനെ ഒഴുകിപ്പോവും. ഓൾറെഡി മരിച്ച് കുറേ നേരമായി. അപ്പം അത് ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ അൻസാറിനോട് പറഞ്ഞത്, സാറേ നമുക്ക് റിഹേഴ്സൽ പോകണ്ട, ടേക്ക് പോവാം എന്നാണ് പറഞ്ഞത്. സാർ ഒന്ന് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ അൻസാറിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. സാർ എവിടെയാണെന്ന് എനിക്കറിയില്ല, സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ വളരെ നന്ദിയുണ്ട്. ഇത് ടേക്ക് ചെയ്തിട്ട് ആ ഓൾ ക്രൂവിന് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല. ഞാൻ ഗ്ലിസറിനില്ലാതെ എനിക്ക് തോന്നുന്നു കരയുന്ന ആദ്യത്തെ സീനാന്ന് തോന്നുന്നു. ഇത് ഈ കുട്ടി വന്നിട്ട് ഞാൻ ഈ കുട്ടി ഇങ്ങനെ ഒഴുകിപ്പോയി, ഈ കഷായം ഇങ്ങനെ ഒഴുകിപ്പോയി കഴിഞ്ഞത് തിരിച്ചൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഈ മകൾ മരിച്ചിട്ട് അതുപോലെ തന്നെ ഭർത്താവ് മരിക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ ഭർത്താവ് ഇതുപോലെ തന്നെ മരിച്ചു കിടക്കുകയാണ്. ഇങ്ങനെ ഞാൻ ചീത്ത വിളിക്കുക, ഒന്നും അറിയണ്ടല്ലോ, മറ്റതാണ് മറിച്ചാണ്. അപ്പം ഈ മകൾ മരിക്കുമ്പം വയലൻസ് ആയിരുന്നു എനിക്ക്. ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിട്ട് അലറി വിളിച്ച് കരയുന്നൊരു അവസ്ഥയിലാണ്. ഭർത്താവ് മരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ക്വയറ്റായിട്ടാണ് പോയി അല്ലേ എന്നൊക്കെ ആ രീതിയിലുള്ളൊരു സാധനമാണ് ചെയ്തത്. ഈ 2 സിറ്റുവേഷൻ എനിക്ക് ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, ഇത്രയും പെർഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, ആ ഒരു കട്ട് പോയിന്റിൽ നമ്മൾ നിർത്തുന്നു എന്നതാണല്ലോ അഭിനയത്തിൽ സംഭവിക്കുന്നത്. ഈ കട്ട് പോയിന്റ് കഴിഞ്ഞിട്ടും അറിയാതെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാറുണ്ട് എപ്പോഴെങ്കിലും ക്യാരക്ടറിലെ? അങ്ങനെ പോയത് ഈ മകളുടെ ഈ ക്യാരക്ടറിന് പോയായിരുന്നു. ഈ ആശോട്ടം മരിക്കുന്ന ക്യാരക്ടറിന്റെ അതിലും ആ സാധനം പോയായിരുന്നു. അതുപോലെ തന്നെ തട്ടിമുട്ടിമിലും മിക്കവാറും കട്ട് വിളിക്കാറ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തോ ഒരു മനപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ അടുത്തതായിട്ട് ഇനി എന്ത് ചോദിക്കണമെന്നും ചിന്തിച്ച് കൃത്യം ആ സെക്കൻഡിൽ തട്ടിമുട്ടി കറക്റ്റ് ആ സമയത്ത് പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കുന്നു? ഒരു നിമിഷത്തിന്റെ എത്രയോ പകുതി സെക്കൻഡിൽ സംഭവിക്കുന്ന ഒരു വളരെ ഗംഭീരമായിട്ട്. മിക്കവാറും ഡയറക്ടർ കട്ട് വിളിക്കാറില്ല, കാരണം പോരുന്ന മാക്സിമം പോരട്ടെ എന്ന് അഭിനയിച്ചോണ്ടിരിക്കുന്നിടക്ക് ഞാൻ പറയും മതി സാറേ കട്ട് വിളിക്കുക എന്ന് പറയും. മാക്സിമം പോരട്ടെ എന്നുള്ളൊരു ഹ്യൂമർ ചെയ്യുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത്രയും എനർജിയുള്ള ആളാണെങ്കിൽ നമ്മൾ പെർഫോം ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മളും ചതഞ്ഞു പോകും, നമുക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോകും. പക്ഷെ മറ്റേത് അങ്ങനെയല്ല, അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ തട്ടിമുട്ടിയും ഉൾപ്പെടെ ലോഫിംഗ് വില്ലയിനകത്തുണ്ടായിരുന്നു അല്ലേ, പല ചാനൽ പ്രോഗ്രാമുകളിലും സജീവമായിട്ടുണ്ട്. ഈ മിനി സ്ക്രീനിൽ ഉള്ള അത്തരം പെർഫോമൻസുകൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഇന്നത്തെ ജനറേഷനിൽ നിന്നും പഴയ ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്നൊരു പ്രതികരണം എങ്ങനെയുണ്ട്? നല്ല ഫീഡ്ബാക്സ് ഉണ്ടോ ആളുകൾ കണ്ടിട്ട്? തട്ടിയും മുട്ടിയുമാണ് ഞാൻ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 6 വർഷമായിട്ട് ഞാൻ ടി വിയിൽ വേറെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല, സീരിയൽസ് ചെയ്തിട്ടില്ല, തട്ടിമുട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം തട്ടിമുട്ടിയും ചെയ്യുന്നത് തന്നെ എത്രയോ സീരിയൽ ചെയ്യുന്നതിന് തുല്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 7 വർഷമാകുന്നു തട്ടിമുട്ടിയും ചെയ്തു തുടങ്ങിയിട്ട്. ഈ 7 വർഷത്തിനകത്ത് ഞാൻ വേറെ ഒരു സീരിയൽ വർക്കും ചെയ്തിട്ടില്ല. സിനിമ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത് ഡെയിലി ആക്കുകയും ചെയ്തു. മാസത്തിൽ 15 ദിവസം ഷൂട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിനെക്കാട്ടിലും ആൾക്കാരിൽ നിന്നുള്ള ഇതും കിട്ടുന്നുണ്ട്, റീച്ചുണ്ട്, അത് പറയണല്ലോ അല്ലേ, നമ്മുടെ വയറ്റിപ്പഴപ്പല്ലേ. നമ്മൾ ചിലപ്പോൾ 10-15 ദിവസം സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഇത്രയും എക്സ്പോഷർ പേയ്മെന്റ് ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, പിന്നെ ആരാധകരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ചേച്ചിക്ക് ഏറ്റവും ആസ്വദിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഒരു ഫാമിലി പോലെ. അതുകൊണ്ട് വീട്ടിൽ സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെ മക്കളാണെങ്കിലും ഇപ്പോൾ
എൻ്റെ സ്വന്തം പിള്ളേരെ പോലെ ആയി ഇപ്പോൾ അവർ തന്നെ. അവർക്ക് പേടിയും ബഹുമാനവും ഒക്കെ. മോളാണെങ്കിലും അവർക്ക് പൊസസീവ്നെസ് ഒക്കെ വന്നു തുടങ്ങി പിള്ളേർക്കൊക്കെ. വേറെ ഏതെങ്കിലും കുട്ടികളോടൊക്കെ കൂടുതൽ എന്തിനാ അങ്ങനെ സംസാരിച്ചത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വായ വെച്ച് കൊടുക്കുന്നു, ഉമ്മ വെക്കുന്നു, എന്താ ഉദ്ദേശം? ഇപ്പൊ മീനാക്ഷി വന്ന് ചോദിക്കുന്നതിനോട് എന്തിനാ എൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോസസീവ്നെസ് ഒക്കെ പിള്ളേർക്ക് വർക്കൗട്ട് ചെയ്തു തുടങ്ങി. അപ്പം ആ ഒരു തട്ടിമുട്ടി എന്ന് പറയുന്നത് എനിക്കൊരു സെക്കൻഡ് ഫാമിലിയാണ് ശരിക്കും പറഞ്ഞത്. സിനിമയുടെ ഒരു തുടക്കം ഏതായിരുന്നു ചേച്ചി? 93, 94, 5 ഗോളാന്തര വാർത്തയായിരുന്നു. ശബരിമലയിൽ തങ്ക സൂര്യോദയത്തിനുണ്ട്. അതാണ് ശബരിമലയിൽ തങ്ക സൂര്യോദയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ചെറിയ എന്താണ്, ചെറിയ കുട്ടിയൊന്നുമല്ല, ചെറിയ കുട്ടിയാണ് ആക്ച്വലി. എനിക്ക് അന്ന് 16 വയസ്സ് 17 വയസ്സേ ഉള്ളൂ. അന്ന് ചെയ്യുമ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വർക്കായിരുന്നു. സാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗുരു എന്ന് പറഞ്ഞിട്ട് പറയാമേ. പിന്നെ സൂര്യകൃഷ്ണമൂർത്തി, ചന്ദ്രശേഖരൻ പിള്ളയുടെ മകളോ എന്താ, മധുവങ്കിളായിരുന്നു. മധുവങ്കിളും കവിരി പൊന്നമ്മയായിരുന്നു അച്ഛനും അമ്മയും. കല്യാണം കഴിക്കാതെ ഈ ശബരിമല സീസൺ, അയ്യപ്പ സീസണിൽ റിലീസ് ചെയ്തൊരു മൂവിയായിരുന്നു. 4 കഥകളുണ്ട്. അതിൽ ഫസ്റ്റ് കഥയും ലാസ്റ്റ് കഥയും മലയാളം, ഇടയ്ക്ക് വന്നത് മലയാളം ഡബ് ചെയ്തു, തെലുങ്ക് മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് വന്ന ഒരു 2 കഥകൾ. അതിനുശേഷം പിന്നെ ഗലീലിയോ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. നരേന്ദ്രപ്രസാദ് അങ്കിളായിരുന്നു അച്ഛനായിട്ട്. പഴയ ഗലീലിയോയുടെ ഒരു ഓഫ് ബീറ്റ് മൂവിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗോളാന്തര വാർത്ത, മഴയത്ത് മുമ്പേ, അങ്ങനെ കുറേയധികം സിനിമകൾ ചെയ്തു. ഈ ചില പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിസ്റ്റർ ബട്ട്ലറിലെ രാരവേണുഗോപാലൊക്കെ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് അങ്ങനെ നന്നായി ചെയ്യണമെങ്കിൽ ഒരു ഇൻബോൺ ഹ്യൂമർ ഉണ്ടാവണം അല്ലേ? രാരവേണു ചെയ്യുന്ന സമയത്ത്, അല്ല മിസ്റ്റർ ബട്ട്ലർ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ഒരു മൂവിയായിരുന്നു. ഫിനാൻഷ്യലി ഒക്കെ കുറേ പ്രോബ്ലം ഉണ്ടായിട്ട് അതിൻ്റെ പുറകിലൊരു കഥയുണ്ടായി. ഞങ്ങള് ദിലീപേട്ടനും ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു ടൂർ പിക്നിക് മൂഡായിരുന്നു ആ സിനിമ ചെയ്യുമ്പോൾ, ഇത്രയും ആർട്ടിസ്റ്റും ദിലീപേട്ടനും. അത് കഴിഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്ത് പോയി ഞാനും സീനത്തേച്ചി, ചിത്ര ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ലളിതശ്രീ, അവരൊക്കെ ചെന്നൈ തന്നെ. ഇത് ചെന്നൈ ആയിരുന്നു ഷൂട്ട്. ഞാനും സീനത്തേച്ചിയാണ് അവിടെ ഹോട്ടലിൽ താമസിച്ചിരുന്നത്. ദിലീപേട്ടൻ നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് പോകും. ഞങ്ങളൊക്കെ ഒരു ഹോട്ടലിലായിരുന്നു. ദിലീപേട്ടൻ നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഞങ്ങളത് അന്ന് ട്രെയിനാണ് വരുന്നത്, മദ്രാസ് മെയിൽ സംതിങ്, ട്രിവാൻഡ്രം മെയിൽ എന്തോ. അതിന് വരാൻ നേരത്ത് ഈ ഹോട്ടലിൽ പൈസ കൊടുത്തിട്ടില്ല. എൻ്റെ മാനേജർ ഒരു മലയാളിയാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം, ഫുഡ് തരും, നിങ്ങൾ വളരെ മാന്യനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, നിങ്ങൾ ഫുൾ സെക്യൂരിറ്റിയോട് കൂടെ ഇവിടെ താമസിക്കും, പക്ഷെ എന്നാ ഞങ്ങളോട് സഹകരിക്കണം, ഞങ്ങൾക്ക് ഇത് തന്നിട്ടില്ല, തരാതെ വിടില്ല. എന്നെ സിനിമ വെച്ചിട്ട് അന്ന് മമ്മൂക്കയും ഇന്നസെൻ്റ് ഏട്ടനും കൂടെ ഇടപെട്ടിട്ടാണ് അന്ന് ഞങ്ങളെ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അന്ന് സിന്തച്ചിക്ക് കൊച്ചു കുഞ്ഞാണ്, മോനെ, ഞാനും അമ്മയും സിന്തച്ചി. അയ്യോ, ഏകദേശം 10 ദിവസത്തോളം 7 to 10 days അവിടെ താമസിച്ചു. അതൊരു വല്ലാത്ത ഇതാണ്. ഞാൻ എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി. എനിക്ക് ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു, അത് തന്നില്ല. അങ്ങനെ ഞാൻ അറിയുന്നു എൻ്റെ ആരോ ഡബ് ചെയ്യണമെന്ന്. ഞാൻ ഡബ് ചെയ്യുന്ന ആളാണല്ലോ, ഡബ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആരോ വിളിച്ചു പറഞ്ഞു, ആ ശ്രീജേച്ചിയെ വിളിച്ച് പറഞ്ഞത്, മഞ്ജു നിൻ്റെ ആരോ ഡബ് ചെയ്യിക്കേണ്ടത്. ഞാൻ ശ്രീജേച്ചിയോട് പറഞ്ഞു, ശ്രീജേച്ചി ഞാൻ കേസ് തരികയാണെന്ന് പറഞ്ഞു. ഞാൻ കേസ് കൊടുത്തു. അവിടെ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ശബ്ദം, വേറെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ശബ്ദം കൊടുക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണമല്ലോ. എന്നോട് പറയാതെ ഡബ് ചെയ്ത പൈസ ആയിരിക്കും. ചെന്നൈയിൽ നിന്ന് ആള് വന്നു, ക്യാഷ് തന്നു, സൈൻ മേടിച്ചു. ചേച്ചി ഏതൊക്കെയാണ് ഇപ്പോൾ കോളാമ്പിയാണ് ഇനി പറയാവുന്ന ഒരു പുതിയ സിനിമ? ഏതാണ് പുതിയ സിനിമ വിശേഷം? കോളാമ്പി പുതിയ സിനിമകൾ ഒരുപാട് വന്നു ഹരി, കുറേ വന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് തൃപ്തി തോന്നിയ ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. കാരണം എൻ്റെ തീരുമാനത്തിലാണ് സുജിത്ത്, എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ എൻ്റെ തീരുമാനത്തിനാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കണമല്ലോ, എൻ്റെ ഹസ്ബൻഡിന് ഒരു പേരും വിലയുണ്ട്, ആ വില കളയുന്ന രീതിയിൽ ഞാൻ പോയിട്ടൊരു ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചിലത് ക്യാരക്ടറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ പൈസ അഡ്ജസ്റ്റ് ചെയ്യും, നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ പൈസ അഡ്ജസ്റ്റ് ചെയ്യില്ല. അത് പ്രൊഡ്യൂസേഴ്സ് കേൾക്കാൻ ഒരു മുന്നറിയിപ്പ്. അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. ഞാനിപ്പോൾ ഓഫ് ബീറ്റ് മൂവീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം. ഞാൻ രാമായണം ചെയ്തു, 4 പെണ്ണുങ്ങൾ ചെയ്തു, പിന്നെ ജലാംശം ചെയ്തു, കളിയച്ഛൻ ചെയ്തു. കളിയച്ഛനിൽ
മനോജേട്ടൻ്റെ അമ്മയായിട്ടാണ് ചെയ്തത്. അതായത് ഒരു 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഓഫ് ബീറ്റ് മൂവി ചെയ്യുമ്പോൾ ഞാൻ 10 പൈസ പറയാതെ പോണത്. എനിക്കറിയാം അത് എന്ത് കിട്ടും എന്നറിയാം, ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പൈസ അതിനുള്ളൊരു പോസിറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ ഓഫ് ബീറ്റ് മൂവീസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ ചെയ്യാറുമുണ്ട്, ഞാൻ വിളിച്ചാൽ പോയി ചെയ്യാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമകൾ കോളാമ്പിയാണ് വന്നത്. അത് ഈ പറഞ്ഞ പോലെ എന്നെ ടി.കെ. രാജകുമാർ സാറ് നേരിട്ട് വിളിച്ചിട്ട്, അത് പിന്നെ അങ്ങനത്തെ ഒരു മൂവി ആയിരുന്നു. അവിടെ ഞാൻ പേയ്മെൻ്റ് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ പേയ്മെൻ്റ് ഒന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. കോളാമ്പിയിലെ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നത്? വക്കീലാണ്. അതിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാലക്കാട് മണിയയ്യൻ, അദ്ദേഹത്തിൻ്റെ CD അദ്ദേഹത്തിൻ്റെ അനുവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അനുവാദം ഇല്ല, അതൊരു കമ്പനി ഇറക്കി. അത് ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ കുടുംബത്തിന് 5 കോടി രൂപ മേടിച്ചു കൊടുത്ത ഒരു വക്കീലുണ്ട്. ആ വക്കീലാണ്, ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കേസുകളൊക്കെ ബാധിക്കുന്ന ഇച്ചിരി പ്രാന്തുള്ള ഒരു ക്യാരക്ടറാണ്. 4 or 5 സീനേ ഉള്ളൂ, പക്ഷെ ഞാനത് പോയി ചെയ്തു. കാരണം രാജകുമാർ സാർ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മഞ്ജു ഇതൊന്ന് ചെയ്യൂ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഒരുപാടൊന്നും സീനുകളില്ല, പക്ഷെ ഉള്ള സീനുകൾ ശരിയാണ്, സാർ പറഞ്ഞ വളരെ ശരിയായിരുന്നു. അങ്ങനെ ഞാൻ സാറിന് പോയി ചെയ്തതാണ്. എന്തായാലും തുടർന്ന് വരാനിരിക്കുന്ന എല്ലാ പുതിയ പ്രൊജക്റ്റുകൾക്കും 1000 ആശംസ. താങ്ക് യു സോ മച്ച്.